ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നമ്മൾ വിറ്റുപേറിൻ്റെ ആധ്യാത്മിക പ്രബോധനങ്ങൾ കേട്ടുവരികയായിരുന്നു. ഈശോയിൽ കൂടുതൽ വളരുവാൻ, അനേക ആത്മീയ രഹസ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ, ആ ആത്മീയ രഹസ്യങ്ങളിലൂടെ നമുക്ക് ഈശോയിൽ വളർന്നു വരുവാൻ സാധിക്കും. ഈശോ ആരാണ്? ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്ത വിധം നമ്മൾ ആ ഈശോയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ഓടിയെത്തണം. ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ആ ഈശോയെക്കുറിച്ചാണ് നമ്മൾ ഓരോ ദിവസങ്ങളിലും ധ്യാനിക്കുന്നത്. ആ ഈശോയിൽ നമ്മളും ഒന്നായി തീരുവാൻ വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ ഈ വചനങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുക. 1 കൊരിന്തോസ് 6 17 വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു. ദൈവവുമായി ഒന്നാകുന്നവൻ ദൈവത്തോട് ഏക ആത്മാവായി തീരുന്നു. 1 കൊരിന്തോസ് 2:16 കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവർ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഈശോയുടെ മനസ്സറിയുവാനുള്ള കൃപ ഈശോ തൻ്റെ വിശുദ്ധരായ പ്രവാചകന്മാർക്കും അപ്പസ്തോലന്മാർക്കും വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾ അറിയുന്നുണ്ട്. ആ ഈശോ എന്ന നാമം, യേശു എന്ന നാമം, ഈ നാമത്തിൻ്റെ ശക്തി, ജീസസ്, ആ ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയുടെ കീഴിലായിരിക്കണം നമ്മളെപ്പോഴും. അതുകൊണ്ടാണ് ഓരോ സമയം നമ്മൾ ആ ജീസസ് അഥവാ ഈശോ എന്ന ഒരു നാമം ഉരുവിടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലുള്ള ആ പാപബന്ധനങ്ങൾ വിട്ടുപോകുന്നു. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നാണ് അപ്പോസ്തല പ്രവർത്തനം 4:12 പറയുക. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യനായി തീർന്ന ആ ഈശോയുടെ നാമം നമ്മൾ ഏറ്റുപറയുമ്പോൾ, ആ നാമം നമ്മൾ ഹൃദയത്തിൽ ആവർത്തിക്കുമ്പോൾ തിന്മയുടെ, അശുദ്ധ ശക്തിയുടെ, പാപത്തിൻ്റെ ബന്ധനങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് കൊളോസ്യർക്കെഴുതിയ ലേഖനം 1 15 മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ്, അവനിലൂടെയാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനുമാണ്. ഈശോയെക്കുറിച്ച് പറയുകയാണ്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. ഈ വചനങ്ങളൊക്കെ നമ്മൾ ഏറ്റു വായിക്കുമ്പോൾ, ഈ വചനങ്ങൾ നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ ആ യേശുവിൻ്റെ നാമമാണ് വഹിക്കുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ നാമം വഹിക്കുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടുവാൻ ഇടയാക്കും. നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 28:10 ഈശോയുടെ ഈ നാമം വഹിക്കുമ്പോൾ അവിടെ ഒരു പരിശുദ്ധി നമ്മിലും സാധ്യമാകുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മിലേക്കും വരുന്നുണ്ട്. 1 പത്രോസ് 1:15-16 തിരുവചനത്തിൽ പറയുകയാണ്, അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. അപ്പം നമ്മളെല്ലാം ഈശോ പിടിച്ചിരിക്കുന്ന ആ പരിശുദ്ധിയിൽ പങ്കുകാരാകുവാൻ വേണ്ടിയിട്ടാണ്. ഈ കർത്താവിൻ്റെ വചനം അനുസരിക്കുമ്പോഴും വിശുദ്ധ കൂദാശകളോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴും ഈശോയെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും എല്ലാം ആ നാമം നമ്മോടൊപ്പം ഉണ്ടാകുകയാണ്. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. നീതിമാൻ അതിൽ സുരക്ഷിതനായി വസിക്കുന്നു. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. ഏറ്റവും ബലവത്തായ ഗോപുരം, ഏറ്റവും ബലവത്തായ കെട്ടിടം കർത്താവിൻ്റെ നാമമാണ്. നീതിമാൻ ആണ് സുരക്ഷിതനായി അതിൽ വസിക്കുന്നത്. നീതി പ്രവർത്തിക്കുന്നവനെ നമുക്കറിയാം. സങ്കീർത്തനം 15 പറയുന്നുണ്ട്, ആരാണ് നീതിമാനെന്ന്. നമുക്ക് വിറ്റുപേറിൻ്റെ ഈ ആധ്യാത്മിക പ്രബോധനങ്ങൾ ശ്രവിക്കാം. ദൈവവചനത്തിലൂടെ നമുക്ക് വ്യാപരിക്കാം. പേജ് നമ്പർ 84 നമ്മൾ വായിക്കുന്നത്. ഈ ബൈബിൾ ക്ലാസ് എല്ലാം വെച്ചിരിക്കുന്നത് നിങ്ങളെയെല്ലാം കൃപയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. കൃപ ഒരു ദിവസം കൊണ്ട് വരികയില്ല.
4 വർഷം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും വേണം. എടുത്തു ചാടിയാൽ ഉടനെ നിങ്ങളെയും കൊണ്ട് പിശാച് പോകും. ലൂക്ക 11:34, യെശയ്യാ 30:15-18 വരെ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങളും പോകും. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ നിർത്തുന്നതുപോലെ നിങ്ങളും ആത്മീയ ഗുരുവിൻ്റെ കീഴിൽ നിൽക്കണം. കോഴിക്കുഞ്ഞുങ്ങൾ ഞാഞ്ഞൂലിനെ കണ്ടാൽ അപ്പോൾ തന്നെ ഓടും. ഇതുപോലെ സാത്താൻ ഓരോ പ്രലോഭനങ്ങൾ കാണിച്ചു തരും. അതാണ് യെശയ്യാ 30:15-18 വരെ, ലൂക്ക 10:17-20 വരെ. സാത്താൻ ഇടിമിന്നൽ പോലെയാണ് വരുന്നത്. ആദ്യത്തെ മാലാഖയായ ലൂസിഫറിന് അഹങ്കാരം പെട്ടെന്നാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കേൾക്കുകയാണ്, നമ്മൾ 4 വർഷമെങ്കിലും ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ വിശുദ്ധിയോടെ കാത്തു നിൽക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. ദൈവം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മൾ 100 സ്ഥലങ്ങളിലൂടെ ഓടിയാലൊന്നും നമുക്ക് ആ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് പലപ്പോഴും അത് ഗ്രഹിക്കുവാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മൾ ഏതാ ശരി ഏതാ തെറ്റ് എന്നുള്ള ഒരു ഇതിലേക്ക് പോകും. അതേസമയം നമ്മൾ വിശുദ്ധ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ അതിൽ തന്നെ നമ്മൾ വളർന്നു വരികയാണെങ്കിൽ നമുക്ക് ആത്മീയമായിട്ട് ഒത്തിരിയേറെ ആത്മീയ രഹസ്യങ്ങൾ കിട്ടും. നിയമാവർത്തന പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിൻ്റെ അതരത്തിലുണ്ട്, നിൻ്റെ അടുത്ത് തന്നെയുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് തന്നെയുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് ഈ ദൈവവചനം. അതുപോലെ പരിശുദ്ധ കുർബാനയുടെ നിത്യ ആരാധന സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും തന്നെയുണ്ട്. അവിടെയൊക്കെ പോയിരുന്ന് നമ്മളെ ശക്തി ആർജിച്ചാൽ ഈശോയുടെ ആത്മാവ് നമ്മളിൽ വന്ന് ആവസിക്കും. ഇതിൽ പറയാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കേട്ടു, 4 വർഷമെങ്കിലും വേണം നമ്മൾ ആ ഈശോയുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട്. എടുത്തു ചാടിയാൽ ഉടനെ നിങ്ങളെയും കൊണ്ട് പിശാച് പോകും. 13:34, യെശയ്യാ 30:15-18 വരെ. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ അതിൻ്റെ ചിറകിൻ്റെ കീഴിൽ വയ്ക്കുന്ന പോലെ നിങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ ഞാൻ എത്രയധികം ആഗ്രഹിച്ചു എന്നാണ് ഈശോ പറയുക. ഈശോ ഒത്തിരി വേദനയോടെ പറയുന്നൊരു വചനമാണ്. നമ്മൾ ആ ഈശോയോട് കൂടെ ആയിരിക്കുവാനും അവിടുത്തെ പാദാന്തകത്തിൽ ഇരുന്ന് അവിടുത്തെ വചനം ശ്രവിക്കുവാനും ഒക്കെ ഈശോ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത്. അവിടെ വിശുദ്ധ പത്രോസ്ലീഹായുടെ അടുത്തെത്തിയപ്പോൾ വിശുദ്ധ പത്രോസ്ലീഹ പറയാണ്, കർത്താവേ, അങ്ങ് ഒരിക്കലും എൻ്റെ പാദങ്ങൾ കഴുകരുത്. അപ്പോൾ ഈശോ പറയുന്നൊരു വലിയ വാക്യമുണ്ട്, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. ആ കർത്താവിൻ്റെ രക്തത്താലും ശരീരത്താലും ഒക്കെ നമ്മൾ കഴുകപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തോടു കൂടി പങ്കുള്ളൂ. ഈശോ വ്യക്തമായി പറയുന്നില്ലേ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 54-ും 55-ഉം ഒക്കെ വാക്യത്തിൽ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അപ്പോൾ ആ ഈശോയെ വിശ്വസിക്കുകയും ഈശോയെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നിത്യജീവനുണ്ടാകുക. നമ്മുടെ പാദങ്ങൾ കഴുകി നമ്മളെ ശുശ്രൂഷിക്കുകയാണ്, നമ്മളെ എല്ലാവരെയും ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അവനെ തന്നെ വിറ്റ് കർത്താവിനെ തന്നെ ബലി വസ്തുവാക്കി മാറ്റി നമ്മുടെ പാദങ്ങൾ ദൈവം കഴുകുകയാണ്. നമ്മളെ പരിപൂർണമായിട്ടും അവിടുന്ന് കഴുകി വിശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. നമ്മളൊരു ജോലിക്ക് വേണ്ടിയാണെങ്കിൽ വർഷങ്ങളോളം കാത്തിരിക്കും. നമ്മളൊരു പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒത്തിരിയേറെ കാലം കാത്തിരിക്കും. അതേസമയം നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട്, ഈശോയുടെ രാജ്യം വിജയിക്കാൻ വേണ്ടിയിട്ട്, ഈശോ നമ്മിൽ വരുവാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കാൻ തയ്യാറല്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, നമ്മുടെ ജീവിതം ഭാവി ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നെല്ലാം നമ്മൾ വിചാരിക്കുമ്പോഴും അതിന് എല്ലാം ഉപരിയായിട്ട് നമ്മൾ ആ ഈശോയെ സ്നേഹിക്കുക, ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, ഈശോയുടെ വചനത്തിൽ വളരുക. സാധിക്കുന്നിടത്തോളം നമ്മൾ എളിമപ്പെടുവാൻ ശ്രമിക്കുക. ഈശോയുടെ രാജ്യത്തിൽ ഈ എളിമപ്പെടലാണ് ക്ഷമിക്കുന്ന കൃപ, ഈ എളിമപ്പെടലാണ് അനുസരിക്കുന്ന കൃപ, ഈ എളിമപ്പെടലാണ് ശാന്തമായി ഇരിക്കുന്ന കൃപ, ഈ എളിമപ്പെടലാണ് നാവിനെ നമ്മൾ നിയന്ത്രിക്കുക, എളിമപ്പെടലാണ് കുമ്പസാരം എന്ന കൂദാശ നമ്മൾ സ്വീകരിക്കുക, ഏറ്റുപറച്ചിൽ നമ്മൾ സ്വീകരിക്കുക. ഇതെല്ലാം നമ്മൾ എളിമപ്പെടുമ്പോഴാണ് നമ്മളിൽ സംഭവിക്കുക. അതാണ് ദൈവരാജ്യം മുഴുവൻ എളിമയിലാണ്.
നീ പ്രഭാഷകൻ്റെ പുസ്തകം 3-18 നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. അതുപോലെ ബ്രദർ വേറൊരു വലിയ ആത്മീയ രഹസ്യം പറയുന്നതാണ്, നമുക്കെപ്പോഴും ഒരു ആത്മീയ ഗുരു വേണം നമ്മളെ നയിക്കുവാൻ. നമുക്ക് ഈശോയുടെ വെളിപ്പെടുത്തലുകൾ, സാത്താൻ്റെ അക്രമങ്ങൾ, പാപത്തിൻ്റെ സാഹചര്യങ്ങൾ ഒക്കെ നമുക്ക് വരുമ്പോൾ, നമ്മൾ വീണ് പോകുമ്പോഴും നമുക്ക് ആ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് ദൈവിക രഹസ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ആത്മീയ പിതാവ് നമുക്കുണ്ടായിരിക്കേണ്ടത് എപ്പോഴും നല്ലതാണ്. ഈ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആത്മീയ പിതാക്കന്മാർ നമ്മുടെ സഭയിൽ ഒത്തിരി പേരുണ്ട്. നമ്മളവരെ കണ്ടെത്തി നമ്മുടെ കാര്യങ്ങൾ അവരുടെയൊക്കെ അടുത്ത് ഷെയർ ചെയ്ത് അതിലൂടെ നമ്മൾ നയിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ആ കർത്താവിൻ്റെ കൃപയിൽ വരിക. അതിൽ പറയുന്നുണ്ട്, ലൂക്കാ 13:34 പറയുന്ന പോലെ ഈ കോഴിക്കുഞ്ഞുങ്ങൾ പലപ്പോഴും എടുത്തു ചാടി ദുഷ്ടൻ്റെ ശക്തി വലയത്തിലൊക്കെ പോകാറുണ്ട്. നമ്മളും അനുസരിക്കാതെ പലതിലേക്കും നമ്മൾ പോകുമ്പോൾ നമ്മളിൽ നിന്ന് ആ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടും. ഈശോയെ നമുക്ക് പിന്നെ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മളോട് ശാന്തമായിട്ടിരിക്കണം എന്ന് പറയുക. ശാന്തതയിലും സ്വസ്ഥതയിലും നമ്മളെ തന്നെ ശാന്തരാക്കിക്കൊണ്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് എളിമപ്പെടാനുള്ള കൃപ തരണമേ. ഈശോയെ അനുഭവിക്കുന്നതിന് ഞങ്ങളെ തന്നെ ഇല്ലാതാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പേരും നമ്മുടെ പ്രശസ്തിയോ നമ്മുടെ കഴിവുകളോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ജോലി മഹിമയോ ഒന്നിലുമല്ല നമ്മൾ അഭിമാനിക്കേണ്ടത്. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുക. നമ്മൾ അഭിമാനിക്കേണ്ടത് ശുദ്ധിയിൽ ജീവിക്കുമ്പോഴാണ്, ഈശോയെ സ്വന്തമാക്കുമ്പോഴാണ്. അതായിരിക്കണം നമ്മുടെ അഭിമാനം. ആ ഒരു അഭിമാനം നമ്മൾ സ്വീകരിക്കുവാനായിട്ട് നമ്മളെ തന്നെ ബഹുമാനിക്കാൻ തുടങ്ങുന്നത് ഈശോ നമ്മളിൽ വസിക്കുമ്പോഴാണ്. പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഓടി അകലുന്നത് ഈശോ നമ്മിൽ വരുമ്പോഴാണ്. കർത്താവിൻ്റെ വചനത്തെയും വിശുദ്ധ കൂദാശകളെയും കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപയ്ക്ക് പാത്രമാവാൻ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. അമ്മേ മാതാവേ, ദൈവപുത്രനായ ഈശോയോട് കൂടെ ആദ്യം മുതൽ ഈശോയുടെ പീഡാസഹനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നുവല്ലോ. അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലും പാപത്തിൽ വീഴാതെ ഞങ്ങളെ കാത്ത് ദൈവകൃപയുടെ കാര്യസ്ഥരായിട്ട് ഞങ്ങളെ ഓരോരുത്തരെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.